ഉൽപ്പന്നങ്ങൾ മത്സരിക്കുന്നത് ആഗോള ഭീമന്മാരുമായിട്ടാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം കൂടി ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാധ്യമങ്ങൾ നാടിന്റെ കണ്ണാടിയാണെന്നാണ് പറയപ്പെടുന്നത്. സമൂഹത്തിലുള്ളതെല്ലാം അതിൽ പ്രതിഫലിക്കുന്നു. പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിനുമുണ്ട് ഒരു പത്രക്കണ്ണാടി. നാട്ടിലെ വിശേഷങ്ങളും വാർത്തകളും എല്ലാം അവർ പങ്കുവെക്കുന്നത് ഈ കണ്ണാടിയിലൂടെയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിനെ. നമ്മുടെ ജഡ്ജസ് ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ശ്രീ R ഹീലി, കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ. കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ S രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശ്രീ സിദ്ധാർത്ഥൻ R, സെക്രട്ടറി ശ്രീ P നാരായണൻകുട്ടി, വെറ്റിനറി സർജൻ ഡോക്ടർ G ദിനേശ്, കൂടാതെ സാക്ഷരതാ പഠിതാവ് ശ്രീമതി ദേവി. കണ്ണമാഷ, ഇവരുടെ ഈ പഞ്ചായത്തിൽ നിന്ന് വന്നിരിക്കുന്നതിനകത്ത് ആയിരിക്കുന്ന ആൾക്കാർ മുഴുവൻ, രണ്ടാൾക്കാരെ ഒഴിച്ച് ബാക്കി എല്ലാവരും കണ്ണാടിയിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കും. കണ്ണാടി ഒരു പേര്, ഒരു സ്ഥലത്തിന് എന്തെങ്കിലും ഒരു ചരിത്രമുണ്ടോ ഇതിന് പറയാൻ വേണ്ടി? 2006 വരെ ഞങ്ങൾക്കത് അറിഞ്ഞിരുന്നില്ല. 2006 ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞായറാഴ്ചക്കാവ് എന്ന പേരിൽ ഒരു കൊച്ചു കാവുണ്ട്. ആ കാവിൽ പഴയ പാലക്കാട് താലൂക്കിൻ്റെയും വള്ളൂർനാട് താലൂക്കും എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയുടെ പകുതിയിലധികം സ്ഥലം വരുന്ന പ്രദേശങ്ങളിലെ പട്ടികജാതിക്കാരുടെ ഗോത്ര കോടതിയായിരുന്നു ഈ പ്രദേശം. അവിടെ കണ്ണാടി പ്രതിഷ്ഠയുണ്ടായിരുന്നു. വ്യഭിചാരം, കളവ്, വിവാഹമോചനം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യോഗങ്ങൾ അവിടെ കൂടുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുമായിരുന്നു. ആ കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഈ കണ്ണാടി സ്വരൂപം അറിയെ ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ തെറ്റ് ചെയ്തിട്ടില്ല. കാരണം അത്രമാത്രം വിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചിരുന്നത്. ആ കണ്ണാടി സ്വരൂപത്തിൽ നിന്നുമാണ് ഈ കണ്ണാടി എന്ന പേര് അവിടെ വരാൻ കാരണം. 2006 ഇത് കെ ദാമോദരൻ്റെ കേരള ചരിത്രത്തിൽ നിന്നുമാണ് ഞാനത് കണ്ടെത്തിയത്. അത് ഡോക്ടർ ആന്ത്രപ്പോളജിസ്റ്റ് അനന്തകൃഷ്ണ അയ്യരുടെ കൊച്ചിൻ ട്രൈബ്സ് ആൻഡ് കാസ്റ്റിൽ നിന്നാണ് കെ ദാമോദരൻ കണ്ടെത്തിയത്. തീർച്ചയായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നത്. നമുക്ക് എന്തായാലും കണ്ണാടി ഗ്രാമത്തിനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? നാട്ടുവഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. പാലക്കാട് ജില്ലയിൽ കണ്ണാടിപ്പുഴയുടെ തീരത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കണ്ണാടി. പാലക്കാട് ജില്ലയിലെ പകുതിയിലധികം വരുന്ന പട്ടികജാതിക്കാരുടെ ഗോത്ര കോടതിയായിരുന്നു ഈ ഞായറാഴ്ചക്കാവ്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വെച്ചാണ് ശിക്ഷ നൽകിയിരുന്നത്. ഏതാനും രൂപ പിഴയോ അല്ലെങ്കിൽ പ്രഹരമോ ഒക്കെയായിരുന്നു ശിക്ഷ. അന്ന് ഇവിടെ പ്രതിഷ്ഠ കണ്ണാടിയായിരുന്നു. ആ കണ്ണാടിയുടെ മുന്നിൽ വന്നാണ് സത്യം ചെയ്യുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ വളരെ ശക്തിയുള്ളതായതുകൊണ്ട് ആരും ഇവിടെ വന്ന് കള്ളം പറയില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ പഞ്ചായത്തിന് ഇന്ന് കണ്ണാടി എന്ന പേരുള്ളതെന്നും പറയപ്പെടുന്നു. ആയിരത്തി 1924 കാലഘട്ടത്തിൽ കൽപ്പാത്തി തൃപ്പാത വഴിയിലൂടെ അവർണർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്വയം മതപരിവർത്തനം നടത്തി അതിലൂടെ നടക്കുകയും മറ്റുള്ളവർക്ക് നടക്കാൻ സ്വാതന്ത്ര്യമായും കൊടുക്കുകയും ചെയ്ത ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു ശ്രീ ജോൺ കിട്ടാൻ. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രമുഖ വ്യക്തിയാണ് ശ്രീ OV വിജയൻ്റെ മുത്തച്ഛൻ ശ്രീ ചാമി. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അന്ന് 41 വർഷങ്ങൾക്ക് മുമ്പ് നട്ട ആൽമരമാണിത്. അതുപോലെ 4 വർഷം മുമ്പ് പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചു.
കണ്ണാടി ഗ്രാമപഞ്ചായത്തിന് എന്തൊക്കെ സുസ്ഥിര വികസന മാതൃകകളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്? സാധാരണക്കാരുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എത്രമാത്രം പ്രായോഗികമാക്കിയിട്ടുണ്ട് എന്ന പരിശോധനയാണ് ഞങ്ങൾ പുതിയ ഭരണസമിതി ആദ്യം ഏറ്റെടുത്ത് നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അഡീഷണൽ ഡയറക്ടർ ശ്രീ അശോകൻ കണ്ണാടി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കുടുംബ സർവേ റിപ്പോർട്ട് സമഗ്രമായി സംഘടിപ്പിക്കുകയും അതിലെ കണ്ടെത്തൽ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രവർത്തനം തുടക്കത്തിൽ തുടങ്ങിയത്. 848 പേർക്ക് വൈദ്യുതി ഇല്ലാത്ത പഞ്ചായത്ത്, 752 പേർക്ക് കക്കൂസില്ലാത്ത പഞ്ചായത്ത്. കേരളം സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ച് 18 വർഷമായെങ്കിലും സംസ്ഥാന നിരക്കിനേക്കാളും ജില്ലയുടെ നിരക്കിനേക്കാളും ഏറ്റവും പുറകിലായി 82% മാത്രം നിൽക്കുന്ന ഒരു പഞ്ചായത്ത്. അവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇപ്പം ഞങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞു, ഇനി എന്തായി തീരണമെന്ന് തീരുമാനിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടത്തിക്കൊണ്ടുവന്നത്. ഇവിടെ വിഷ്വലൈസ് ചെയ്യുന്നത് നേച്ചർ ഫ്രഷ് മിൽക്കും വിദ്യാഭ്യാസവുമാണ്. നമ്മൾ കേട്ടപോലെ ഇവർക്ക് ഒട്ടേറെ പദ്ധതികളുണ്ട്. തീർച്ചയായും ഇതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിനു മുൻപായി നമുക്ക് വികസന ദൃശ്യങ്ങൾ കാണാൻ മടങ്ങിയെത്താം. ചേച്ചി ഗ്ലാസ് വെള്ളം തരുമോ? വെള്ളം ചോദിച്ചപ്പോൾ കണ്ണാടിയിൽ നിന്ന് കിട്ടിയ നല്ല ശുദ്ധമായ പാലാ. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഗുണനിലവാരം കുറഞ്ഞ പാലുകൾക്ക് ബദൽ കണ്ടെത്തുകയാണ് കണ്ണാടി ഗ്രാമപഞ്ചായത്ത്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിൽ നേച്ചർ ഫ്രഷ് മിൽക്ക് എന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു ഈ പഞ്ചായത്ത്. പശുവിനെ തിരഞ്ഞെടുക്കുന്നത് മുതൽ പാൽ വിപണനത്തിന് തയ്യാറാകുന്നതുവരെ ഏറെ പ്രത്യേകതകളാണ് ഈ പദ്ധതിക്ക് ഉള്ളത്. പശു എങ്ങനെ കിടന്നാലും അകിടിൽ ചാണകം പുരളുന്നില്ല എന്നതാണ് പദ്ധതിക്ക് വേണ്ടി ശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള തൊഴുത്തുകളുടെ പ്രത്യേകത. ഇതിനായി 2 സ്പേസർ പോളുകൾ 93 സെന്റിമീറ്റർ അകലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ വൃത്തിയാക്കാവുന്ന രീതിയിലാണ് ചാണകച്ചാലും മൂത്രച്ചാലും നിർമ്മിച്ചിരിക്കുന്നത്. ഭൂനിരപ്പിൽ നിന്നും 1 അടി ഉയരത്തിലാണ് തൊഴുത്തിന്റെ തറ സ്ഥിതി ചെയ്യുന്നത്. നല്ല വായുസഞ്ചാരം ലഭിക്കത്തക്ക വിധത്തിൽ നിർമ്മിച്ചിട്ടുള്ള തൊഴുത്തിൽ 24 മണിക്കൂറും പശുക്കൾക്ക് വെള്ളം നൽകുന്നതിനുള്ള ഓട്ടോമാറ്റിക് വാട്ടറിംഗ് സിസ്റ്റവും ശുചിയായ പാലുൽപാദനത്തിനുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു പെട്ടിയും സ്ഥാപിച്ചിട്ടുണ്ട്. വായവട്ടം കുറഞ്ഞതും അടച്ചു വെക്കാവുന്നതുമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ് കറവയ്ക്കായി ഉപയോഗിക്കുന്നത്. അകിട് വൃത്തിയാക്കിയതിനു ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകുന്നു. തുടർന്ന് ടവൽ കൊണ്ട് തുടയ്ക്കുന്നു. മിൽക്ക് പാഡിൽ കറന്നെടുക്കുന്ന ആദ്യത്തെ പാലിൽ കാലിഫോർണിയ മാസ്റ്റേറ്റിസ് ടെസ്റ്റ് റിയേജന്റ് ഒഴിച്ച് അകിടുവീക്കം ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. തുടർന്ന് കറവ ആരംഭിക്കുന്നു. അകിടുവീക്കം തടയുന്നതിനായി മുലക്കാമ്പ് പൊവിഡോൺ അയഡിൻ ലായനിയിൽ മുക്കുന്നു. കറന്നെടുത്ത പാൽ ചില്ലുകുപ്പികളിൽ നിറച്ചതിനു ശേഷം ഈ കുപ്പികൾ ഫുഡ് ഗ്രേഡ് കോർക്ക് ഉപയോഗിച്ച് അടയ്ക്കുന്നു. ഓരോ പശുവിന്റെ കോഡ് നമ്പറും കുടുംബശ്രീയുടെ മുദ്രയും പതിച്ചിട്ടുള്ള പേപ്പർ ഉപയോഗിച്ച് കുപ്പിയുടെ കോർക്ക് സീൽ ചെയ്യുന്നു. ഇതോടെ പാൽക്കുപ്പികൾ വിപണനത്തിന് തയ്യാറാകുന്നു. വിവിധ പശുക്കളുടെ പാൽ കൂട്ടിച്ചേർക്കുന്നില്ല എന്നത് ഈ പദ്ധതിയുടെ ഒരു സവിശേഷതയാണ്. കേരളത്തിനകത്തും പുറത്തുമായി 2000-ഓളം പേർ ഈ പദ്ധതി ഇതിനോടകം സന്ദർശിച്ചു കഴിഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 50 പേർക്ക് 2 പശുക്കൾ വീതമുള്ള ഡയറി യൂണിറ്റുകളുടെയും 4 പേർക്ക് പാൽ വിപണനത്തിന്റെയും ചുമതലകളാണ് നൽകിയിട്ടുള്ളത്. നേച്ചർ ഫ്രഷ് മിൽക്ക് എന്ന പഞ്ചായത്തിന്റെ പുതിയ പദ്ധതിയിലെ ക്ഷീര കർഷകരാണ് ഈ വനിതകൾ ഓരോരുത്തരും. കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ വെറ്റിനറി സർജൻ ഡോക്ടർ ജി ദിനേശ്, ഇവർക്ക് കൊടുക്കുന്ന ഈ പശുക്കൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പശു വാങ്ങുന്നതിന് മുമ്പായി നമ്മൾ ഈ പശുക്കളുടെ പാല് ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. പശുവിൻ്റെ പാലിന് 3 നിബന്ധനകളുണ്ടായിരിക്കണം. ഒന്ന്, അതിൻ്റെ കൊഴുപ്പ് ഏറ്റവും ചുരുങ്ങിയത് 3.5% ഉണ്ടായിരിക്കണം. രണ്ടാമതായത് കൊഴുപ്പിതര ഘടകം അഥവാ SNF എന്ന് പറയുന്നത് അത് ഏറ്റവും ചുരുങ്ങിയത് 8% ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ലാക്ടോമീറ്റർ റീഡിംഗ്, പാലിലെ വെള്ളത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ്. അത് ഏറ്റവും ചുരുങ്ങിയത് 28 ഉണ്ടായിരിക്കണം.
പാല് വിൽക്കാനായി കുടുംബശ്രീയിലെ 4 മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളാണ് പോകുന്നത്. ഇന്ന് ഒരാൾ ലീവാണ്, അതുകൊണ്ട് ഞാൻ സഹായിക്കാൻ തീരുമാനിച്ചു. ചേച്ചി, എവിടെയൊക്കെയാണ് പാല് കൊണ്ട് കൊടുക്കുന്നത്? പാല് കണ്ണാടി പഞ്ചായത്തിന്റെ അകത്തും ടൗണിലും ഉണ്ട്. അതായത് കോളനികൾ, ഫ്ലാറ്റ്. എത്ര രൂപ കിട്ടും ഒരു ലിറ്ററിന്? ലിറ്ററിന് 24 രൂപ. 20 രൂപ ഉപഭോക്താക്കൾക്കും 4 രൂപ ഞങ്ങൾക്കും. അപ്പോൾ മാസം 6000 രൂപ വരുമാനം. എങ്ങനെ വണ്ടിയൊക്കെ എടുത്ത്? വണ്ടി ബാങ്കും കുടുംബശ്രീയും സബ്സിഡിയോടുകൂടി തന്നാണ്. പാല് തരുന്ന ആൾ മാറിയിട്ടുണ്ട് കേട്ടോ ചേച്ചി. പാൽ പ്രകൃതിയുടെ സമ്പൂർണ്ണ പോഷക വരദാനമാണ്. എന്നാൽ ഇന്ന് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന പാലിന്റെ ഗുണനിലവാരത്തിൽ ഒരുപാട് ആശങ്കകളുണ്ട്. പാലിൽ ചേർക്കുന്ന മായം, പാൽ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, പശുവിന് കുത്തിവയ്ക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, പാൽ പാക്ക് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവറുകൾ, അങ്ങനെ ഒരുപാട് ആശങ്കകൾ. ഇത്തരത്തിൽ സൂക്ഷ്മതയോടെയും വളരെ ശ്രദ്ധയോടെയും തയ്യാറാക്കുന്ന പാലുകൾ യാതൊരു ആശങ്കയും കൂടാതെ ഗുണഭോക്താക്കൾക്ക് ഉപയോഗിക്കാം. പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി പുറത്തിറക്കുന്ന വാർത്താ മാസികയാണ് കണ്ണാടി. പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പദ്ധതികളെക്കുറിച്ച് യഥാസമയം ജനങ്ങളിലെത്തിക്കുവാൻ കണ്ണാടിക്ക് കഴിയുന്നുണ്ട്. ജന്മനക്ഷത്രമായ ഷഷ്ടി സംവത്സരം വ്യക്തിവികാസത്തിനും അതുവഴി അറിവും സമൂഹത്തിൽ അന്തസ്സും വർദ്ധിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങളെ സാമൂഹിക പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നവരാക്കി മാറ്റാൻ വേണ്ടിയാണ് 2007 നവംബറിൽ പഞ്ചായത്ത് സാക്ഷരതാ തുല്യതാ പഠന പദ്ധതി ആരംഭിച്ചത്. 6 മാസത്തെ പഠനത്തിനൊടുവിൽ 1100 പഠിതാക്കളിൽ 928 പേർ പരീക്ഷ എഴുതി പാസായി. 82% മാത്രമായിരുന്ന പഞ്ചായത്തിന്റെ സാക്ഷരതാ നിരക്ക് 91% ഉയർത്തുവാൻ ഇതോടെ കഴിഞ്ഞു. തുടർന്ന് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തീകരിച്ച് 2ാം ഘട്ട പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് കണ്ണാടി. ഈ പരിപാടികളൊക്കെ കണ്ടപ്പോൾ പാലിന്റെ കാര്യത്തില് സാക്ഷരതാ പത്രം, അതനുബന്ധിച്ച് വിദ്യാഭ്യാസം, ന്യൂട്രിമിക്സിന്റെ കണ്ടില്ലെങ്കിലും അതും കുടുംബശ്രീയാണ്. എല്ലാറ്റിന്റെയും ഒരു കേന്ദ്ര ബിന്ദു സ്ത്രീകളാണ്. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു വളരെ നിശബ്ദമായിട്ടുള്ളൊരു വിപ്ലവമാണ് നിങ്ങളവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ആ പെൺകുട്ടികൾ സ്കൂട്ടറിൽ പാല് കൊടുക്കാൻ പോകുന്നതാണ്. ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയില്ലേ. അപ്പം ഇങ്ങനെ ഇത്രയും ആൾക്കാർ, പ്രത്യേകിച്ച് ഇപ്പോൾ ഡോക്ടർമാരുള്ള ആൾ വന്നതുകൊണ്ട് എങ്ങനെ അവരെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണത്. കാരണം അവരുടെ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ നിങ്ങളൊരു അവസരം കൂടി അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾ അവരോട് കടപ്പെട്ടത് അതേ അത്ര പോലെ തന്നെ അവർ നിങ്ങളോടും കടപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ പല പദ്ധതികളും, ഇപ്പം ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ കുറേയൊക്കെ ഓടിച്ചു നോക്കി, പത്രം, ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഏകോപിപ്പിച്ച് നടത്താൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യം എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തു എന്നറിയാൻ പലർക്കും ആഗ്രഹം ഉണ്ടാവും. സാർ, ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച്, പൊതുപ്രവർത്തകരാണല്ലോ സാർ, എല്ലാവരുടെയും പിന്തുണ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാവരുടെയും പിന്തുണ, ഈ ഭരണസമിതിക്ക് കുറേ റിട്ടയർ ചെയ്ത നല്ല മനുഷ്യർ, അവരുടെ പിന്തുണ. പക്ഷേ വ്യക്തിപരമായി ബോധ്യപ്പെട്ടൊരു കാര്യം, ഏത് പ്രവർത്തനം വിജയിക്കണമെങ്കിലും അതിന് പിന്നിൽ അർപ്പണബോധമുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിലേ കഴിയൂ എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് സാർ. അതിൻ്റെ ഒരു ഉദാഹരണം പാലക്കാട് ജില്ലയിലെ, ഒരുപക്ഷെ കേരളത്തിലെ തൊഴിലുറപ്പിൽ ഏറ്റവും പുറകിൽ പോയ പഞ്ചായത്ത് കണ്ണാടി പഞ്ചായത്തായിരുന്നു. ആ സംഖ്യ പോലും പറയാൻ നാണക്കേട് ഉണ്ട്. അപ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാർ മാറി വന്നപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബ്ലോക്കിലെ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പിൽ വർക്ക് ചെയ്ത് മറ്റുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണെങ്കിൽ പോലും അടുത്ത വാട്ടർ ഷെഡ് പ്രോജക്റ്റ് നടപ്പിലാവുന്നതോടുകൂടി വലിയ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വിജയിക്കുന്നത്. ഈ പാലുൽപാദനത്തിൻ്റെയും കന്നുകാലി സംരക്ഷണത്തിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കണക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം പലപ്പോഴും മറ്റു പല പഞ്ചായത്തുകാരും ഇതിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ മൊത്തത്തിലുള്ള ഒരു കണക്കാണ് തരുന്നത്. അപ്പോൾ ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്നത്, കണ്ണാടിയിൽ ഇപ്പോൾ എത്ര പശുക്കളുണ്ട്, ഒരു ദിവസം എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു, എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഉൽപ്പാദനക്ഷമത, ഇപ്പം എത്ര കണ്ട് വർദ്ധിച്ചിട്ടുണ്ട്,
എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കണക്ക്. സർ, ഞങ്ങൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഇപ്പോൾ പശുക്കളുടെ എണ്ണം പൊതുവെ കുറവാണ്. 1000